ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് വേഗം ചെയ്യണേ. എന്നാലും മാത്രമല്ലേ നമ്മളെ ചാനൽ വേഗം റീച്ച് ആകുള്ളൂ. നിങ്ങൾക്ക് മാത്രമല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ എപ്പോൾ ഉള്ള പോലെ തന്നെ അവളെ ഒരു വൃത്തികെട്ട വാൾപേപ്പർ നോക്കിയിട്ട് സമയം പോകുന്നത് നോക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് 12 മണിയാകുന്ന ടൈം അവളാണെങ്കിൽ ജിയാങ്ങിനെ വിളിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും പറഞ്ഞത് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ായിരിക്കുമെന്നല്ലേ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷെങ്കിൽ ബർത്ത്ഡേ അല്ല, ന്യൂ ഇയർ ആയിരിക്കും. അവരാണെങ്കിൽ പരസ്പരം ന്യൂ ഇയർ വിഷ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു കാര്യത്തിൽ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഉറങ്ങും. ഈ ടൈം നമ്മളെ കുയും ഷൂ ആണെങ്കിൽ രണ്ടും നല്ലോണം ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മളെ കുയി ആണെങ്കിൽ ഇതുപോലെ ഉറക്കു തൂങ്ങിയിട്ട് തലയടിച്ചിട്ട് വീഴുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഷൂ ആണെങ്കിൽ ഉറങ്ങാണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുയി ആണെങ്കിൽ ഷൂവിനോട് അവളെ വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പറയും അതെന്റെ വീടല്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകുകയില്ല എന്നൊന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ചെക്കനെ ഇതുപോലെ പിടിച്ച് വലിച്ചിട്ടാണെങ്കിൽ ചോദിക്കൂ, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അവനാണെങ്കിൽ ഷോക്കായിട്ട് നിന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഹാ എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പിന്നെ നടക്കുന്നത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് തന്നെ അറിഞ്ഞോ, എനിക്ക് പറയാൻ തന്നെ നാണാവുന്നു. എന്തായാലും ഈ ഒരു പിള്ളേർ ഇങ്ങനെ നമ്മളെ കോയിക്കാണെങ്കിൽ ഗോൾ അടിച്ച പോലത്തെ ഒരു ഹാപ്പി ആയിരിക്കും ഉണ്ടാവുക. ഈ ടൈം നമ്മളെ മാനേജർ പെണ്ണാണെങ്കിൽ ആ ഒരു കസിൻ ചെക്കൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവുമായിരിക്കും. അതായത് നമ്മളെ പെണ്ണും ചെക്കനും കൂടിയിട്ട് ഇങ്ങനെ ഔട്ടിങ് പോയ കാര്യങ്ങളോ അവരിങ്ങനെ തിരിച്ച് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയം കസിൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക, നീ അവരെ മേലെ നിന്ന് ഇങ്ങനെ കണ്ണെടുക്കേണ്ട ഒരാവശ്യമില്ല, എപ്പം അവരെ കൂടെ തന്നെ ഉണ്ടാവണം എന്നായിരിക്കും. എന്നിട്ട് അവളോട് ഇങ്ങനെ സോറിയും പറയുന്നുണ്ടാവുമായിരിക്കും. കാരണം അവൾ ഇങ്ങനെ ഒരു ട്രബിളിൽ പെടുത്തുന്നത് കൊണ്ട് തന്നെ. പക്ഷേ നമ്മളെ മാനേജർക്കാണെങ്കിൽ കസിനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ട്രബിൾ ആയിട്ടേ തോന്നുന്നില്ല. എനിക്ക് ശരിക്കും തോന്നുന്നത് നമ്മളെ കസിൻ ആണെങ്കിൽ ഒരു മാനേജർ പെണ്ണിനെ ഇങ്ങനെ എന്താ പറയുക ഇഷ്ടമെന്ന് നയിട്ടിച്ചിട്ട് അവൻ്റെ ആവശ്യങ്ങളെല്ലാം സാധീകരിക്കൂലേ, അങ്ങനത്തെ ഒരാളായിട്ടാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യണം. നമ്മളെ പെണ്ണാണെങ്കിൽ ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവളെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ഒരു അമ്മയും മോളും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അവരാണെങ്കിൽ ഇവിടെ വെസ്റ്റേൺ ഫുഡ് കിട്ടുമെന്ന് ചോദിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ ചൈനീസ് ഫുഡ് മാത്രമല്ലേ വെക്കുന്നുണ്ടാവുക. അപ്പോൾ അവളാണെങ്കിൽ ആ ഒരു കാര്യം പറയുന്ന ടൈം അമ്മയാണെങ്കിൽ വേറൊരു ഷോപ്പിലേക്ക് പോകാൻ നോക്കുന്നതായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇപ്പോൾ എവിടെയും വെസ്റ്റേൺ ഷോപ്പാണെങ്കിൽ തുറന്നിട്ടുണ്ടാവില്ല, ഞാൻ നിങ്ങൾക്കാണെങ്കിൽ വെസ്റ്റേണും ചൈനീസും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ആ ഒരു അമ്മയാണെങ്കിൽ പറയും ഇന്നെൻ്റെ മോളെ ബർത്ത്ഡേ ആണ്, അവൾക്ക് വേണ്ടിയിട്ട് എനിക്ക് സമയം കണ്ടുപിടിക്കാനേ പറ്റിയിട്ടില്ല, അവൾ ഒരൊറ്റ ആഗ്രഹം പറഞ്ഞത് ഇതാണ്, അതും കൂടി എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടില്ല എന്നൊന്ന് പറയേ. എന്നിട്ട് ഇവളാണെങ്കിൽ ഈ ഒരു ഫുഡിന്റെ കാര്യം പറയുന്ന ടൈം അമ്മയാണെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും നിങ്ങളെൻ്റെ ഫസ്റ്റ് കസ്റ്റമർ അല്ലേ, അതുകൊണ്ട് ഈ ഒരു ഫുഡ് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണെന്ന് പറയും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഫ്രീ ഫുഡാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ലാഗ് ആയിട്ടൊന്നും ആയിരിക്കില്ല കുക്ക് ചെയ്യുന്നുണ്ടാവുക. നല്ല അടിപൊളിയായിട്ട് ഇതുപോലത്തെ ഓരോ വെറൈറ്റി ഡിസൈനെല്ലാം ആക്കിയിട്ടായിരിക്കും കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫുഡ് തിന്നുന്ന ടൈം ആ ഒരു കുട്ടിയാണെങ്കിൽ പറയും അമ്മ ഈ ഒരു ഫുഡ് ഭയങ്കര ഗുഡാണെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അമ്മയാണെങ്കിൽ ഈ ഒരു കുട്ടീനോട് പറയുന്നുണ്ടാവുമായിരിക്കും നീ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ലിന്നിന്റെ അടുത്ത് പോയിട്ട് താങ്ക് യു പറയണം നോക്കി. അപ്പൊ ആ ഒരു കുട്ടിയാണെങ്കിൽ ലിന്നിന്റെ അടുത്ത് പറയും നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് അടിപൊളിയാണ്, എനിക്ക് ഫ്യൂച്ചറിൽ നിങ്ങളെ പോലത്തെ ഒരു അടിപൊളി ഷെഫായിട്ട് മാറണം എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവരാണെങ്കിൽ അവിടുന്ന് പോകുന്ന ടൈം ഈ ഒരു കുട്ടിയാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും നിങ്ങളടുത്ത് ഇങ്ങനെ നോട്ടീസ് ഉണ്ടോ, എൻ്റെ അമ്മയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ആ ഒരു നോട്ടീസ് കൊടുത്തോളൂ, അപ്പം നിങ്ങളടുത്ത് കുറേ കസ്റ്റമേഴ്സ് വരുമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ ലിന്നാണെങ്കിൽ ആ ഒരു കുട്ടീനോട് ഇങ്ങനെ എന്താ പറയുക ഹാപ്പി ബർത്ത്ഡേ മാത്രം വിഷ് ചെയ്തിട്ട് ആ ഒരു കുട്ടീനെ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ലിന്നാണെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഭയങ്കര എൻജോയ് ആയിട്ട് നോക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവർ പോകുന്ന ടൈം ആയിരിക്കും അവളകത്തേക്ക് വരുമല്ലോ. അപ്പോൾ അതേ ടൈം ആ ഒരു പോട്ടിൻ്റെ അടിയിലാണെങ്കിൽ ഇവർ ചെറിയൊരു പൈസ ഇവർക്ക് ഇങ്ങനെ ടിപ്പല്ല അവരൊരു സന്തോഷത്തിന് അവിടെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതും കൂടി കാണുന്ന ടൈം നമ്മളെ പെണ്ണ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു സന്തോഷം കൊണ്ട് നേരെ പോകുന്നത് നമ്മളെ ജിയാങ്ങിൻ്റെ അടുത്തായിരിക്കും. ജിയാങ്ങിനോട് അവക്കാണെങ്കിൽ ആ ഒരു സന്തോഷം പറഞ്ഞിട്ട് എന്നാൽ സന്തോഷം അടക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥയിലായിരിക്കും. അവളും ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. ജിയാങ്ങും നമ്മളെ പെണ്ണിന്റെ സന്തോഷത്തിന്റെ കൂടെ സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മാത്രമല്ല നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ ഹാപ്പിക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണും ഭയങ്കര സൊള്ളിലായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ ഒരുപാട് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇതിന്റെ പേര് തന്നെ നമുക്കറിയില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ ഒരു സ്ഥലത്തെല്ലാം പോയിട്ട് നിങ്ങൾക്ക് ബ്ലോഗെല്ലാം എടുത്ത്
വെച്ചിട്ട് കാണിച്ചു തരുമെന്ന്. അപ്പൊ നിങ്ങളെന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരിക്കൽ കമന്റ് ചെയ്യണം. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഫുഡെല്ലാണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടാവുമായിരിക്കും. അവള് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളെ പെണ്ണിന്റെ ആക്ഷൻ അല്ല ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളെ ജിയാങ് ആണെങ്കിൽ അവളെ ഇതുപോലെ ആസ്വദിക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവസാനമായിട്ട് നമ്മളെ ഞണ്ടിന് ഒരു പീസ് ബാക്കി ഉണ്ടാവുമായിരിക്കും. ജിയാങ് ആണെങ്കിൽ അവളോട് കഴിച്ചോ എന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ നീ കഴിച്ചോന്ന് പറഞ്ഞിട്ട് അവന്റെ നേരെ ഇങ്ങനെ നീട്ടുന്ന ടൈം അവനാണെങ്കിൽ അവളെ കൈമെന്ന് വാങ്ങാണ്ട് ഇതുപോലെ കഴിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണിന് നാണം വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അതേ ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ എക്കിട്ടേയില്ലേ, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല പറയാ, അങ്ങനെ എന്തോ സൗണ്ട് ആക്കുന്ന സംഭവമില്ല, ആ ഒരു സംഭവം ആക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ വെള്ളം എടുക്കാൻ പോകുന്ന ടൈം അവളാണെങ്കിൽ വൈനിന്റെ ഗ്ലാസ്സിൽ തട്ടിയിട്ടാണെങ്കിൽ പറയും എനിക്ക് വൈന് മതിയെന്ന് പറയും. അപ്പൊ അവനാണെങ്കിൽ പറയും അതിങ്ങനെ വൈൻ ക്യാബിനറ്റിലുണ്ട്, നീ പോയിട്ട് എടുത്തോന്ന് പറയും. പക്ഷെ അവളാണെങ്കിൽ അവിടത്തേക്ക് പോകുന്ന ടൈം ഇതുപോലെ ഷോക്കായിട്ട് നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. എന്നാ സംഭവം നമുക്കിപ്പോൾ കാണിച്ചു തരുന്നില്ല. അപ്പൊ അവളെ പരുതിയിട്ട് അവിടത്തേക്ക് നമ്മളെ ജിയാങ്ങും വരുന്നുണ്ടാവുമായിരിക്കും. ജിയാങ്ങിന്റെ മുഖത്തും ഒരു ഷോക്കായിരിക്കും ഉണ്ടാവുക. സംഭവം എന്നായി ഇവനാണെങ്കിൽ പണ്ടേ സൂക്ഷിച്ചു വെച്ച ഇവൻ കത്തി തട്ടിയെടുത്ത എല്ലാവരുടെ ഫോട്ടോ ഇല്ലേ, ആ ഒരു സെക്ഷൻ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നമ്മളല്ല നമ്മളെ പെണ്ണ് കാണുന്നുണ്ടാവുക. അത് കണ്ടപാട് അവൾക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പോകാൻ നോക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ കൈ പിടിച്ചിട്ടാണെങ്കിൽ പറയും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പറയും നിനക്കറിയാം ഞാൻ ഈ ഒരു ചലഞ്ചെല്ലാം എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിയോ എന്നൊന്ന് ചോദിച്ചിട്ട് അവളെയും കൂട്ടിട്ട് എവിടത്തേക്കോ പോകുന്നുണ്ടാവും. അവളെ എവിടത്തേക്കാ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പണ്ടത്തെ റെസ്റ്റോറൻറ്റില്ലേ, അതായത് അവളെ മാസ്റ്റർ റെസ്റ്റോറൻറ്റ് അങ്ങോട്ടേക്കായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും ഇപ്പം ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കാനുള്ള മെയിൻ കാരണം ആരാന്ന് നിനക്കറിയോ, നിന്റെ മാസ്റ്റർ ഒറ്റൊരാൾ, മാസ്റ്റർ മാത്രമല്ല ആ ഒരു കസിനില്ലേ, ആ ഒരു ദുഷ്ടൻ അച്ഛൻ, ആ ഒരു അച്ഛൻ്റെ പേരും കൂടി പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും എന്ത് അവർ നിന്നെ എന്നാ ചെയ്തതെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും നിന്റെ അച്ഛനില്ലേ നല്ലൊരു ഷെഫായിരുന്നു, പക്ഷെങ്കിൽ നിന്റെ മാസ്റ്റർ എന്നാ ചെയ്തതെന്നറിയാം, ആ ഒരു ഷൂവിൻ്റെ അച്ഛൻ്റെ കൈമിൽ നിന്നാണെങ്കിൽ പൈസ വാങ്ങിയിട്ട് എൻ്റെ അച്ഛനെ ആ ഒരു മത്സരത്തിൽ തോപ്പിച്ച്, അന്ന് എൻ്റെ അച്ഛൻ ആ ഒരു മത്സരത്തിൽ തോറ്റിട്ടില്ലെങ്കിൽ ഇന്നും അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ടാവും. എന്നിട്ടും ഒരു ട്രൈ ആയിട്ട് ഞാനാണെങ്കിൽ ആ ഒരു ഷൂനെയും കൂട്ടിയിട്ട് നിന്റെ മാസ്റ്റർ എടുത്ത് വന്നിട്ട് കെഞ്ചി ചോദിച്ചിന് ഇവക്ക് നല്ലോണം കുക്ക് ചെയ്യാൻ അറിയാം, നിങ്ങൾ അവളെ നിങ്ങളെ കൂടെ കൂട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ നിന്റെ മാസ്റ്റർ എന്നെ മൈൻഡ് ആക്കാണ്ട് ആ ഒരു വാതിലും അടച്ചിട്ട് ഈ ഒരു സ്ഥലത്തുനിന്നാ പോയെന്ന് പറയും. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിൽ എങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ സൈലന്റ് ആവുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നീ എൻ്റെ അടുത്തും ലൈഫിൽ ഉറപ്പായിട്ട് ചാലഞ്ച് ചെയ്യേണ്ട വരും എന്ന് പറയേ. അതിന് നമ്മളെ ജിയാങ് ആണെങ്കിൽ ഹാ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ദിവസം ഇവന്റെ അടുത്ത് മത്സരിക്കുന്നായിരിക്കും അവളിങ്ങനെ പറഞ്ഞു വരുന്നുണ്ടാവുക. നമ്മൾ കാണുന്നത് നമ്മളെ കുയും പെണ്ണും ആണെങ്കിൽ എന്തല്ലോ പറഞ്ഞിട്ട് അടിയാവുന്നുണ്ടാവുക. സംഭവം അവർക്ക് കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഇവർക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അടിയാവുന്നതാ തോന്നുന്നത്. അതേ ടൈം ആയിരിക്കും രണ്ടാൾക്കാരാണെങ്കിൽ അങ്ങോട്ടേക്ക് കസ്റ്റമർ ആയിട്ട് വരുന്നുണ്ടാവുക. നമ്മളെ കൂയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ആലോചിക്കൂ ഇത് ചില സമയം ജിയാങ് പറഞ്ഞിട്ട് വന്നവരാണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആലോചിക്കുന്ന ടൈം ആയിരിക്കും ആ ഒരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ പറയുന്നുണ്ടാവുക ഇന്നലെ ഒരു അമ്മയും മോളും വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അവരായിരിക്കും ഇവർക്കാണെങ്കിൽ ഈ ഒരു സ്ഥലം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അവർ മാത്രമല്ല പിന്നെയും കുറേ കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ എല്ലാവർക്കും ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്തിട്ട് വേഗത്തിൽ അവരെ കട അടക്കുന്നുണ്ടാവുമായിരിക്കും. കാരണം അന്നത്തെ ദിവസം അത്രക്കാലം കസ്റ്റമേഴ്സ് അവിടെ വന്നിട്ടുണ്ടാവുമായിരിക്കും. നമ്മളെ കുയ്യാണെങ്കിലും നമ്മളെ പെണ്ണാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം ജിയാങ് ആണെങ്കിൽ ലിന്നിനെ ആണെങ്കിൽ ആ ഒരു കിച്ചണിൽ കാണാത്ത ടൈം അവളെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ എന്തല്ലോ ഒച്ചപ്പാടാക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും നീ എവിടെയാണെന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലാണുള്ളത്, എൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കഴിയുന്നില്ല, അതുകൊണ്ട് ഒരു ചെക്കപ്പിന് വന്നതാണെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അവിടെ നിന്നാണെങ്കിൽ എന്തല്ലോ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും. സംഭവം നമ്മളെ പെണ്ണാണെങ്കിൽ ഉടായ്പാക്കിയതായിരിക്കും. അവളാണെങ്കിൽ നമ്മളെ മറ്റേ പെണ്ണില്ല അതിന്റെ പേരെന്തേനു സാവോ ഇല്ലേ, സാവോന്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. സാവോ ആയിരിക്കും ഇവളെ ഹെൽപ്പ് ചെയ്തിട്ട് അവൾ ഹോസ്പിറ്റലാന്നുള്ള രീതിയിലത്തെ ഒരു അഭിനയം അവിടെ കാഴ്ച വെക്കുന്നുണ്ടാവുമായിരിക്കും. അഭിനയമല്ല ശബ്ദം കൊണ്ടുള്ള അഭിനയം. പക്ഷേ നമ്മളെ ജിയാങ്ങിനാണെങ്കിൽ എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ടാവുമായിരിക്കും. ലിന്നാണെങ്കിൽ എന്തല്ലോ ഉടായ്പ പറഞ്ഞിട്ട് അപ്പാട് കോള് കട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും.
സംഭവം എന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെണ്ണാണെങ്കിൽ സവോൻ്റെ അടുത്ത് വന്നത് നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇപ്പം നല്ല കസ്റ്റമേഴ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവൾക്കാണെങ്കിൽ അവൾ വിചാരിച്ച രീതിയിലത്തെ ഒരു ലാഭം കിട്ടുന്നുണ്ടാവില്ല. ആ ഒരു കാര്യം പറയേണ്ടിയിട്ടായിരിക്കും. അതേ ടൈം സവോ ആണെങ്കിൽ പറയൂ, നീ ആണെങ്കിൽ എന്താ പറയുക, ജിയാങ്ങിനെ കണ്ടിട്ടല്ലേ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നിനക്കാണെങ്കിൽ എല്ലാത്തിലും ജിയാങ്ങിൻ്റെ ഒരു ടച്ച് ഉണ്ടാവുമായിരിക്കും. അത് നീ മാറ്റിയിട്ട് നിനക്ക് സ്വന്തമായിട്ട് ഒരു ടച്ച് നീ വെക്കണം ഫസ്റ്റ്. അത് മാത്രമല്ല, നീ ആണെങ്കിൽ പെട്ടെന്ന് ഫുഡിന് പൈസ കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിനക്കൊരു ബാക്ക് ഫയർ ആയിട്ട് നിന്റെ ലാഭത്തിനെ പിന്നെയും കുറക്കുക ചെയ്യുക. അതുകൊണ്ട് നീ എന്നാ വേണ്ടത്, നീ വാങ്ങുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ലേ, ആ ഒരു ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കുറച്ച് ചീപ്പായിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ നോക്കുകയെന്ന് പറയേ. പക്ഷേ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റിയിൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് കുറച്ച് ചീപ്പായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കിട്ടുകയെന്നത് നമ്മളെ പെണ്ണിന് അറിയില്ല എന്ന് പറയേ. അതേ ടൈം സവോ ആണെങ്കിൽ പറയും, ഞാനാണെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റ് പൂട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് വലിയ കോണ്ടാക്റ്റ് ഇല്ല, നിനക്ക് നിന്റെ മാസ്റ്ററോട് ചോദിച്ചൂടെ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, മാസ്റ്ററോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ എൻ്റെ മാസ്റ്ററെ കത്തി തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം. പക്ഷേങ്കിൽ ആ ഒരു ലെവലിൽ ഞാൻ എന്നും എത്തിയിട്ടില്ല. എപ്പാന്നോ ഞാൻ ആ ഒരു ലെവലിൽ എത്തുന്നത് എന്നാലും മാത്രമേ എൻ്റെ മാസ്റ്ററുമായിട്ട് ഇനി ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പോകാൻ നോക്കുന്ന ടൈം സവോ ആണെങ്കിൽ പറയും, എന്തായാലും നീ ഇങ്ങനെ ജിയാങ്ങിനെ എതിർത്തിട്ട് മത്സരിക്കാൻ പോകുന്നല്ലേ, അപ്പം നിനക്കൊരു പിന്തുണയായിട്ട് ഞാൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നിനക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചീപ്പായിട്ട് മീൻസ് ഇങ്ങനെ ഇൻഗ്രീഡിയൻസിൽ അത് കിട്ടുന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സവോ ആണെങ്കിൽ ഒരു നമ്പർ നമ്മളെ പെണ്ണിന്റെ കൈമിൽ കൊടുക്കും. നോക്കുമ്പോൾ ആരെ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, നമ്മളെ കസിനില്ലേ അവൻ്റെ നമ്പർ ആയിരിക്കും. അവനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ കള്ളൊന്നും പറയുന്നുണ്ടാവില്ല, നമ്മളെ ഷൂവിനെ കൊണ്ടും നമ്മളെ ജിയാങ്ങിനെ കൊണ്ടൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടാവുക. പക്ഷേ നമ്മളെ ലിന്നിനാണെങ്കിൽ ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. അവൾക്കാണെങ്കിൽ അവളെ റെസ്റ്റോറൻറ്റ് അടിപൊളിയായിട്ട് പോകണം എന്നുള്ളൊരു തിങ്ക് ആയിരിക്കും. അതുകൊണ്ട് അവളാണെങ്കിൽ കസിനെ ഒരു തരത്തിലും ഡൗട്ട് അടിക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മളെ പെണ്ണാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് കുറേ ഫുഡ് കുക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ ഒന്നായിട്ട് തിന്നുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണിനും ടെൻഷൻ ഉണ്ടാവുമായിരിക്കും, ഈ ഒരു ടേസ്റ്റിനെ കൊണ്ട് ഇവൻ എന്നാ പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട്. ഇതേ ടൈം ആയിരിക്കും അവനാണെങ്കിൽ പറയുന്നുണ്ടാവുക, നമ്മൾ ഈ ഒരു അതായത് ഇവരിങ്ങനെ വിൽക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസിൽ അതിങ്ങനെ ലാഭത്തിൽ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കസിൻ ചെക്കനാണെങ്കിൽ അവരെ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഭയങ്കര ബൾക്കായിട്ടായിരിക്കും വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ആണെങ്കിൽ മീൻസ് കുറച്ച് കഴിയുന്നപ്പോൾ വേഗം എക്സ്പയർഡ് ആയിട്ട് പോകുന്നുണ്ട് അവർക്ക്. അപ്പോൾ അതേ ടൈം അവർക്കാണെങ്കിൽ ആ ഒരു പൈസ നഷ്ടമാണല്ലോ. അപ്പോൾ അവരാണെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പയർഡ് ആയിട്ട് കഴിയുന്നതിനേയും കാട്ടി മുന്നേ ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാണെങ്കിൽ പകുതി വിലക്കാണെങ്കിൽ പല റെസ്റ്റോറൻറ്റിലേക്കും വിൽക്കുന്നുണ്ട് അവർക്ക്. ആ ഒരു സംഭവം നമ്മളെ പെണ്ണിനോടാണെങ്കിൽ ഈ ഒരു കസിനെ പറഞ്ഞു കൊടുക്കും. അതേ ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒരു മടി ഉണ്ടാവില്ല, കാരണം എക്സ്പയർഡ് ആകാൻ പോകുന്ന ഒരു സംഭവം നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു മടി. അപ്പോൾ അതേ ടൈം കസിനാണെങ്കിൽ പറയും, ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയില്ല, നമ്മുടെ അടുത്ത് നിന്ന് അത് വെറുതെ പാഴായി പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പകുതി വിലക്കത് വിൽക്കുന്നതെന്ന് പറയും. എന്നിട്ട് അവനാണെങ്കിൽ പറയും, നിനക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ നമ്മളെ കൂടെ കമ്പനിയിലേക്ക് വാന്നെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടിയിട്ട് കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അവർക്ക് പോകുന്ന വഴിയിൽ ഈ ഒരു കസിൻ ചെക്കൻ്റെ മുഖം കണ്ട എന്തോ ഒരു കുരുട്ടത്തരം ഉണ്ട് മുഖത്ത്. പറഞ്ഞിട്ടില്ല, ആളൊരു കുരുട്ട് പയ്യനാണ്. അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും, എനിക്കറിയുന്ന ഒരാളാണെങ്കിൽ ഇവിടെയുണ്ട്, ഞാൻ ഒരിക്കൽ അയാളോട് ഹായ് പറഞ്ഞിട്ട് വരട്ടെ എന്ന് ചോദിക്കേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഇയാളിൽ ഒരു കുരുട്ടുതരം കാണാത്തത് കൊണ്ട് തന്നെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ നേരെ പുറത്തേക്ക് പോകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇവനിത് എവിടെയപ്പോൾ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് നോക്കുന്ന ടൈം ആരെയായിരിക്കും കാണുന്നുണ്ടാവുക, നമ്മളെ ജിയാങ്ങിനെ ആയിരിക്കും. ജിയാങ്ങിനെ കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ സീറ്റ് ബെൽറ്റ് എല്ലാം ഊരിയിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട് അവർക്ക്. പക്ഷേ അവനാണെങ്കിൽ കാണുമെന്ന് ഉറപ്പിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഡോറും തുറന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അവരിക്കും. ജിയാങ് ആണെങ്കിൽ ഈ ഒരു ബ്രദറിനോടും സംസാരിച്ചിട്ട് നേരെ മുന്നോട്ടേക്ക് ഇതുപോലെ നടന്നു വരുന്നുണ്ട് അവർക്ക്. നമ്മളെ പെണ്ണിന് ഫുള്ള് ടെൻഷൻ ആയില്ലേ, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കും. അവളാണെങ്കിൽ ഇതുപോലെ പതുങ്ങി 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 കളിക്കുന്നുണ്ടാവുമെങ്കിൽ എന്ത് പറഞ്ഞിട്ട് വന്നാന്ന് വിധി അത് നമ്മളെ വിട്ട് പോകുകയില്ലല്ലോ. നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ കാണുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ട് നിൽക്കുന്ന അതേ ടൈം നമ്മളെ പെണ്ണിന്റെ കാലാണെങ്കിൽ ഇതുപോലെ സ്ലിപ്പ് ആവുന്നുണ്ട് അവർക്ക്. നമ്മളെ ജിയാങ് ആണെങ്കിൽ അവളോട് പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നതെന്ന്. അപ്പൊ അവളാണെങ്കിൽ പറയും, ഞാൻ ഒളിച്ചു നിന്നതല്ല, ഇത് കണ്ട ഇതുപോലത്തെ
സ്പൈസസ് പഴുതാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഉടായി പളക്കുന്നുണ്ട് അവർക്ക്. അങ്ങനെ രണ്ടും കൂടിയിട്ട് നടന്നു പോകുന്ന ടൈം ഇതെല്ലാം ആണെങ്കിൽ നമ്മളെ കസിൻ ചെക്കനാണെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട് അവർക്കും. അവന്റെ മനസ്സിൽ എന്തെല്ലോ ഉണ്ട്, അത് നമുക്കൊന്നും അറിയില്ല, നമുക്ക് പിന്നെ മനസ്സിലാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കാലിനാണെങ്കിൽ പെയിൻ ആണല്ലോ, അതെല്ലാം ആണെങ്കിൽ മരുന്നെല്ലാം ഇട്ടിട്ട് ഇതുപോലെ തിരുമ്മി കൊടുത്തിട്ട് അവളെ ഇതുപോലെ എടുത്തിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് അവർക്ക്. പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് പുറത്തേക്ക് വരുന്ന ടൈം ചെക്കനാണെങ്കിൽ അവളെയും കാത്തിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ ഇതുപോലെ ഒളിഞ്ഞു നിന്നിട്ടാണെങ്കിൽ വിചാരിക്കും, എന്ത് ഇവനാണെങ്കിൽ ഇന്നലെ വീട്ടിലേക്ക് പോയിട്ടില്ലേ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ ഇതുപോലെ ക്ലാസിന്റെ ഉള്ളിലോട്ടാണെങ്കിൽ അകത്തേക്ക് നോക്കുന്ന ടൈം അവനെ കാണുന്നുണ്ടാവില്ലേ. അവനാണെങ്കിൽ ബാക്കിലോട്ട് വന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ പറയും, നീ ഇതിനെ ഇവിടെ വന്നത്, എന്നെ പിക്ക് ചെയ്യാൻ നീ വരേണ്ട ഒരാവശ്യമില്ല, എനിക്ക് കാലിന് ഒരു കുഴപ്പമില്ല, നോക്കി ഡിൻഡി 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 എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്നുണ്ടാവും അവർക്ക്. അപ്പൊ അതേ ടൈം അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവൾ ഇതുപോലെ പിടിച്ചിട്ടാണെങ്കിൽ കാറിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ടാവും. അവക്കാണെങ്കിൽ അവളെ റെസ്റ്റോറന്റിലേക്ക് പോകണമായിരിക്കും, പക്ഷേ ഇവനാണെങ്കിൽ വിട്ടാലല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ റെസ്റ്റോറന്റിൽ എത്തുന്ന ടൈം നമ്മളെ സോങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് അവർക്ക്, എന്നാ പെണ്ണെ നീയുമായൊരു ജിയാങ്ങും ആണെങ്കിൽ ഡേറ്റിങ്ങിലാണോ, അവനാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതേ ടൈം അവളാണെങ്കിൽ പറയും, ഹേ അങ്ങനെയൊന്നുമില്ല, അവനെ കൊണ്ട് എനിക്ക് ഭയങ്കര ശല്യാണെന്ന് പറയുന്നുണ്ട് അവർക്ക്. ഇതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ കെയറിങ് ആയിട്ടായി ആണല്ലോ, നമ്മളെ പെണ്ണിനാണെങ്കിൽ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അവളെ ചീത്ത പറഞ്ഞിട്ട് നീ ഇങ്ങനെ നല്ലോണം കുക്ക് ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇതെല്ലാം നമ്മളെ സോങ്ങിനാണെങ്കിൽ പിടിക്കുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നാ ഇവർ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാകാത്തത് കൊണ്ട്. അതേ ടൈം അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് അവർക്ക്, നിനക്ക് ജിയാങ്ങിനെ കൊണ്ടുള്ള അഭിപ്രായം എന്നാന്ന്. അപ്പൊ അവളാണെങ്കിൽ പറയും, അവൻ നല്ലൊരു ഷെഫാണ്, അവൻ നല്ലോണം കുക്ക് ചെയ്യും, അവൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അങ്ങനെ ഇങ്ങനെ എന്തല്ലോ പുകഴ്ത്തി പറയുന്നുണ്ടാവും. ഇത് മാത്രല്ലേ ഈ ഒരു സോങ്ങും നമ്മളെ ലിന്നും സംസാരിക്കുന്നതാണെങ്കിൽ മാനേജർ പെണ്ണ് ദൂരെ നിന്ന് നോക്കുന്നുണ്ട് അവർക്ക്. അവളെ മുഖത്ത് നല്ലൊരു കുരുട്ടത്തരം കാണുന്നുണ്ട്. എന്നാ ഇനി അതിന്റെ ഉള്ളിലുള്ളത് നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു കസിനെ കൊണ്ട് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവന്റെ അടുത്ത് തന്നെ പിന്നെ പോകുന്നുണ്ട് അവർക്ക് ആ ഒരു ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട്. അവനാണെങ്കിൽ തകർത്ത് അഭിനയിക്കുന്നത് കൊണ്ട് നമ്മളെ പെണ്ണിന് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇതേ ടൈം അതിന്റെ ഉള്ളിൽ നമ്മളെ ഷൂ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഷൂവിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഷെഫ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുമായിരിക്കും, നിന്റെ കസിൻ ആണെങ്കിൽ വന്നിട്ടുണ്ട്, അവന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യാൻ ഒരു പാർട്ട്ണറും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ടാവും. അതേ ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസിലെ അതിന്റെ ക്വാളിറ്റി എല്ലാം മനസ്സിലാവുന്നുണ്ട് അവർക്ക്. ബെസ്റ്റ് ക്വാളിറ്റി ആയത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്കാണെങ്കിൽ ഇങ്ങനെ റീസെല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളെ ഷൂ പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. ഷൂനെ കാണുന്ന ടൈം ലീ ആണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ടാവും. ഇങ്ങനെ അവളാണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ബൈ.